ഗൈസ്, അപ്പം നേരത്തെ എടുത്ത വീഡിയോയിലൊന്ന് സ്റ്റോപ്പായി പോയായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പം നമ്മൾ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഉണ്ടാ നോക്കാം ആദ്യം. ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഉണ്ടാവാൻ ചാൻസും ഇല്ല. അത്ര കണ്ടെത്തുനിന്ന് നോക്കിയാൽ കാണും കേട്ടോ ചാരുതേച്ചിൻ്റെ വീട്. അതാണ് നേരെ അതാ. അവിടെ അച്ചാർ വാങ്ങാൻ വന്നവരിലുണ്ട്. ഇതാണ് അവരുടെ വീട്. അപ്പം ഭയങ്കര നല്ല കാറ്റും തണുപ്പുമെല്ലാം ഇവിടെ പറമ്പിൽ വന്നപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കെ. അതിൻ്റെ മേലെ തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അതാ അവിടെ കാണിച്ചു തരാം. തേങ്ങയൊന്നും കിട്ടുന്നില്ലല്ലോ. അതാ ആ മലമ്പ്രദേശം കണ്ടോ ഗൈസ്, അതാണ് അവിടെ. അതിൻ്റെ മേലെ തെച്ചും ഗ്രൗണ്ടാണ്, വലിയ ഗ്രൗണ്ടാണ്. കോറോത്ത് ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടേക്ക് നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. തണലും കാറ്റും. അതെ, കഴിഞ്ഞ ഞാനും ചോദിച്ചു. നമുക്ക് വാഴ ഉണ്ടല്ലോ, ഇല പാറിച്ച് നമുക്ക് ഇലയുടെ ചൂടാം. അത് നാളെ ഇന്ന് അങ്ങനെ എടുക്കാം അല്ലേ? ഗൈസ്, തേങ്ങ വരുത്താൻ വന്ന നമുക്ക് തേങ്ങ പോയിട്ടൊരു ഇതുപോലും കിട്ടിയിട്ടില്ല. തേങ്ങയൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മള് ഇല പാറാൻ പോവുകയാണ്. ഇവിടെ നല്ല ഇലയട ചൂടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ഇല എടുക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലേക്ക് കൂടി ഒരു സുന്ദര പൂച്ച പോയിട്ടുണ്ട് കേട്ടോ കാട്ടിലേക്ക്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. ഗോൾഡൻ കളറില്ല പൂച്ച. അതിൻ്റെ നടുവിൽ ഇവിടുന്ന് കുറേ കൊതുവെല്ലാം കടിക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമാണ്. ചെരുപ്പിടാത്ത കൊണ്ട് കൊതു എന്ന് പറഞ്ഞാൽ അമ്മാതിരി കൊതുവാണ്. കുഞ്ഞമ്മയപ്പം ഇലയെല്ലാം പറിക്കുന്നുണ്ട്. നമുക്കത് നോക്കിയേക്കാം. ആദ്യം അങ്ങനെ പറിക്കുന്നേ, അത് ചെറുതല്ലേ? നമുക്കിങ്ങനെ നടക്കേ. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാവോ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ. കുഞ്ഞമ്മ ഏതാ കാട്ടിൻ്റെ ഉള്ളിലാണല്ലേ കാണുന്നുണ്ടെങ്കിൽ. ഇവിടുന്ന് ഒടുക്കത്തെ കൊതുകടിയാണ്. എനിക്ക് ചത്തുപോകാൻ പോണ്ടെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ കുറേ നല്ല വ്യൂസൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുന്നതിൻ്റെ നടുവെന്നാണ് കൊതുവെല്ലാം പിടിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ പോക്കായി. കുഞ്ഞമ്മേനെ കാണുന്നില്ലല്ലോ ഗൈസ്. കണ്ട് നിങ്ങൾക്ക് ദൂരമായിട്ട് തോന്നും, പക്ഷെ എനിക്കടുത്താണ് കേട്ടോ. അതാ ആ തെങ്ങിൻ്റെ നടുവിലുണ്ട്. അതാ വരുന്നത്. ഒന്നും രണ്ടും കൊതുവല്ല കേട്ടോ കൈക്ക് പറ്റി പിടിക്കുന്നുണ്ടോ നിങ്ങൾ? അമ്മേ, ഡെങ്കിപ്പനി വന്ന് ചാരയുണ്ടാവും മിക്കവാറും. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ബാക്കോട്ടേക്ക് നടക്കുക. എന്നാലേ കുഞ്ഞമ്മ വരുന്ന കാണും. നമ്മൾ തിരിച്ച് ഇനി നമുക്ക് നേരെ സൈക്കിൾ വെച്ചടുത്തേക്ക് പോവാം ഗൈസ്. എൻ്റെ മേലെ കണ്ടോട്ട് അവിടെ ഇല്ലേ, ആദ്യം കാടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിനെ വെട്ടി തെളിച്ചൊരു മരുഭൂമി പോലെ ആക്കി വെച്ച്. അങ്ങനെ ഞാൻ തുള്ളി സൈക്കിളിൻ്റെ അടുക്ക് എത്തി. ആ സൈക്കിൾ കയറി ഗൈസ്. അപ്പം കുഞ്ഞമ്മ അതാണ് അങ്ങാണില്ല. കൊതു അടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ കൊതു എന്ന് പറഞ്ഞാൽ അമ്മതി കൊതുവാണ് ഗൈസ്. കുഞ്ഞമ്മ ഇതാണി കിടന്ന് ഉള്ളിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പിന്നെ അഥവാ ഇലയില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇല അടിയാക്കും. ഉപ്പില് ചപ്പില് ഇതാണ് പൂരത്തിന് അടയാക്കുന്നത്. ഈ ചപ്പിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും നമ്മളെ നാട്ടിൽ തന്നെ ഈ ചപ്പിൻ്റെ അകത്താണ് പൂരത്തിന് ഇല അടിയാക്കുക. ഉപ്പില് ചപ്പില. പിന്നെ വേറെ ചപ്പിലാക്കുന്നവരുണ്ട്, അടേന്റെ ചപ്പ് തന്നെ ആക്കുന്നവരുണ്ട്. അടേന്റെ ചപ്പ് ഏതാ? ഇത് എളുപ്പമാണ്. ഇത് എടുത്ത് കഴുകി തുടച്ച് എന്നിട്ട് ഇതിൻ്റെ അകത്ത് അടേന്റെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി 2-3 മടക്കി ഇങ്ങനെ മടക്കി കണ്ടിന് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്.
അയ്യോ ഗൈസ് ഇത് ഞാൻ ഇൻഡിക്കേറ്റർ നേരത്തെ ആക്കിയതാണ് തൊട്ടി. ഏതത് എന്നത് അങ്ങോട്ട് അങ്ങനെ വെള്ളം വന്നിട്ട് നമ്മളെ കള കണ്ടാവിടിന്ന്. ഓ കുഞ്ഞമ്മയാക്കിയത് അത്. ഗൈസ് ഇത് കണ്ട സിമെന്റിനെ കൊണ്ട് ഇങ്ങനൊരു ഇതാക്കി ബണ്ടാക്കിയിട്ടുണ്ട്. അത് കുഞ്ഞമ്മേൻ്റെ പണി കേട്ടാ. കിള ഇടിഞ്ഞു പോകുമല്ലോ. നമുക്ക് ഷോർട്ട് കട്ടിലെ കൂടി തന്നെ സൈക്കിൾ കയറ്റാം. അല്ലേ കൊന്ന് കയറ്റാൻ എന്നെ കൊണ്ടാവില്ല. വേണ്ടപ്പാ സൈക്കിളിലില്ലല്ലോ, നമുക്ക് ബുദ്ധിമുട്ടില്ല. എന്നോടല്ല സ്നേഹമല്ലേ, അച്ചാറിനോടാണ് സ്നേഹം. അതങ്ങത്തന്നെ ആയിരിക്കും. നമ്മൾ കുറ്റിക്കാട്ടിലെ കൂടി സൈക്കിൾ അങ്ങനെ കേട്ട് പീടി തന്നെ. ഇത് കുഞ്ഞമ്മേൻ്റെ പീടി തന്നെയാണ്, ഗോവിന്ദ സ്റ്റേഷനറി. അയ്യോ അങ്ങനെ നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞു. ആ ചുന്ദരി പെണ്ണിനെ കണ്ടോ? അത് നമ്മുടെ നേരെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണാണ്. പക്ഷെ അത് അവൾക്ക് ഇതിൽ വരാൻ ഭയങ്കര മടിയാണ്. ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപാടോളം ഒറ്റ ഓട്ടം. പെണ്ണിന്റെ ഭർത്താവിനെ കേട്ടാ ഗൈസ്. ഇതാണ് സ്ത്രീക്കുട്ടി. അവളെന്തൊക്കെ തമാശകൾ പറയാണ് ഗൈസ്. ഏട്ടനെയൊക്കെ കുറ്റം പറയില്ല. അതാണ് ഏട്ടൻ ഗൈസ്. ഗൈസ് ഏട്ടൻ എന്തൊക്കെയോ ഓളേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതാ കുഞ്ഞമ്മ ഇതാ പാറൂട്ടിനെ തട്ടി നിൽക്കുകയാണ്. അതെയാ? ഓ LKG ശരിയാ. അംഗൻവാടി ഉടനെ അംഗൻവാടി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാ 1ാം ക്ലാസ് വന്നതെന്ന് ഞാനും ചിന്തിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്കറിയായിരിക്കും ഇതാണ് കുഞ്ഞമ്മേൻ്റെ വീട്. കുഞ്ഞമ്മ ഇപ്പോൾ തയ്ക്കും. നല്ല രസം. ഇവിടുത്തെ ഓലയുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി ഇവിടെ വന്നിട്ടാകുമ്പോൾ ഈ ഓല പിടിച്ച് കുലുക്കലാണ്. നല്ല രസമാണ്. പിന്നെ കുറേ മരമെല്ലാം കുഞ്ഞമ്മ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് മുള്ളുണ്ട്, ഒരുപാട് മുള്ളുണ്ട്. പിന്നെ എന്താ കാലിലൊക്കെ തറക്കുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, അല്ല പിന്നെ തറച്ചങ്ങ് കയറും ഗൈസ്. എനിക്ക് കുന്നമ്മയിലേ കൂടി സൈക്കിൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ മരം ഇല്ലാണ്ടാണ് തലയടിച്ച് വീണിട്ടുണ്ട്. പണി കിട്ടും. എന്തായാലും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലേ. അതാ എൻ്റെ മേലെ കുറച്ചൊക്കെ ഇരിക്കണ്ട. എനിക്ക് വേണം തോന്നുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടത്തില്ല ഗൈസ്. അപ്പം നമുക്ക് കുഞ്ഞമ്മേൻ്റെ പീടിയേൻ്റെ അട്ടം നോക്കാം. ബാ കുഞ്ഞമ്മ വേമ്പാ. ഞാനും കുറേ നാളായി കയറിയിട്ട്. വലുതായിട്ട് കാണാനൊന്നും ഇല്ലെങ്കിലും ഇവിടെ കാറ്റുണ്ടാവും, നല്ല കാറ്റുണ്ടാവും. അയ്യ അങ്ങനെ ഇവിടെ നിന്നൊക്കെ പണ്ട് മാങ്ങ പറിച്ചിട്ടുണ്ട്. പക്ഷെ കുഞ്ഞമ്മേന്റെ ആവശ്യത്തിനുള്ള മാങ്ങ എപ്പോഴും. പക്ഷെ ഇപ്പൊ മാങ്ങയില്ല. സമയം പിന്നെ മാങ്ങ തെച്ചും പുഷുവാവും. എടുത്തു. ഇതിന്റെ മേലെ കണ്ട ആദ്യമായിട്ടുണ്ടോ? പിന്നെ ചക്കയുണ്ട്. ഇതിന്റെ മേലെ ഒന്ന് പറിച്ചിരുന്നു. നമുക്ക് തിരിയുന്നില്ല, ഇത് ക്ലിയർ ഇല്ല. ഇടിച്ചോട്ടി ചോട്ടു അടക്കണ്ട. അവിടെ നായിക്കേ പോവാൻ പറ്റൂല്ലോ. അയ്യോ അതെന്താ അങ്ങ് തറ്റത്തൊന്നും പോലെ. എന്തൊരു ഹൈറ്റ്. നേരത്തെ സിമെന്റ് കുഴച്ചിരുന്നു. സിമെന്റ് കുഴച്ചിരുന്നു. അന്നേരം വീഡിയോ ആക്കിയിട്ട് ഇവിടുന്ന് വെള്ളം അങ്ങേക്ക് പോന്നു. കാണിച്ചെങ്കിൽ എന്താണ് കുഞ്ഞമ്മേൻ്റെ പണി. ഇതിൻ്റെ അപ്പുറത്ത് ഒരു കക്കൂസാണ്. കക്കൂസെന്ന് പറയാനാവില്ല. ഇവിടെ എന്തൊക്കെയുണ്ട്, പക്ഷെ എന്നോട് നിഗൂഢമായി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത്. എന്നാ സംഭവം എനിക്ക് പോലും അറിയില്ല. ഇവിടെ എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഫോൺ ഉള്ളിലേക്ക് കാണിക്കാനാവില്ല, താഴ്വീകും. എന്നാന്ന് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കും കൂടി ഒന്ന് കാണാം. അവിടെ എന്തൊക്കെയുണ്ട്. ബാത്റൂമുണ്ട്. എൻ്റെ കാലിലെന്തോ തുറച്ച് കയറി. നല്ല വില. എന്താ സംഭവം എന്ന് കുഞ്ഞമ്മ പറ, എന്നാലേ ഞാൻ ഇനി വീഡിയോ എടുക്കും കേട്ടോ. അല്ലേ ഞാൻ കാണിക്കാം.
ഇതാണ് ബാത്റൂം. ഇത് പീടിയൻ്റെ ആണ് പണ്ടേ എടുത്ത ബാത്റൂമായിരുന്നു. അപ്പം നമുക്കിനി ബാക്കി അങ്ങോട്ട് ഇതിൻ്റെ ബാക്കിൽ നോക്കാം. ഒരച്ചാറിന് തുടങ്ങിയതാണ് ഗൈസ്. നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ വരെ എത്തി. അല്ല ഇവിടെ കാണിച്ചേ വീണെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പാക്കാം. 6:27 വീട്ടിൽ പോയിട്ട് വിളക്ക് കത്തിക്കണം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പാക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരുണ്ടല്ലോ, അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ഒരുപാട് വ്യൂസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ലൈക്കും ഷെയറും കൂടി ചെയ്യാം കേട്ടോ.